മുഹൂർത്തത്തിന് സമയമായിന്ന്. താലി എവിടെയെന്ന് ചോദിച്ചോണ്ടിരിക്കുക. അവിടെ എവിടെയാ വച്ചെന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. നിന്റെ അച്ഛൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുക. താലി കളഞ്ഞു പോയിന്നെങ്ങാനും അദ്ദേഹം അറിഞ്ഞ പിന്നെ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ആലോചിക്കുമ്പോഴെനിക്ക് പേടിയാവുക. അമ്മ ഒന്നും സംഭവിക്കില്ലെന്നേ. അമ്മ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കും. ഒന്നും സംഭവിക്കില്ല എന്ന് നിനക്ക് എങ്ങനെയാ പറയാൻ കഴിയുന്നേ? കല്യാണം എന്നത് ചെറിയൊരു കാര്യമാണോ? ആ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ളൊരു പേടിയായിരിക്കും. പെണ്ണിന്റെ കഴുത്തിൽ അണിയിക്കാനുള്ള താലി കാണുന്നില്ല എന്ന് പറഞ്ഞ അതിലും വലിയ അപശകുനം വേറെ ഉണ്ടോ? ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോവും. ആരെ കൊണ്ടാകും ഇതൊക്കെ സഹിക്കാൻ? കാര്യങ്ങൾ ഗൗരവത്തോടെ കാണണ്ട എനിക്ക് തന്നെ തെറ്റ് പറ്റിയല്ലോ മോനെ. മകന്റെ കല്യാണം മുടക്കിയ അമ്മയെന്നുള്ളൊരു ചീത്തപ്പേരായിരിക്കും ഇനി എനിക്ക്. ഇതൊക്കെ ഞാൻ എങ്ങനെയാ സഹിക്കുക? എന്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് അതിനു വേണ്ടി ചെയ്തത്? അമ്മേ പ്ലീസ് അമ്മ എങ്ങനെ കരയാതിരിക്കേ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. കരയാതെ പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം കൈവിട്ട് പോയിരിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മ. ഇനി സമയമുണ്ടല്ലോ. മുഹൂർത്തത്തിന്റെ സമയം അടുത്തിരിക്കുക. ഇനി എത്ര സമയം ഉണ്ടെന്ന്? കഴിഞ്ഞു, എല്ലാം ഇതോടെ കഴിഞ്ഞു. അമ്മ ഒന്നും സംഭവിക്കില്ല. വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കും. ഞാൻ അന്വേഷിക്കാം. താലി ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിനകത്ത് എങ്ങും ഇല്ല. അതിന് തിരിച്ചു കിട്ടാൻ പോണില്ല. ഈ കല്യാണം എന്തായാലും മുടങ്ങും. അതിന് ഞാൻ തന്നെ ഒരു കാരണക്കാരിയായല്ലോ. ഞാൻ ശിവാനിക്ക് കെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന താലിയാണിത്. ഇനിയും ഇത് കൊണ്ടു നടന്നുകൊണ്ട് യാതൊരു പ്രയോജനവും. ഇതുകൊണ്ട് ത്രിവിക്രമനെങ്കിലും ഗുണമുണ്ടാവട്ടെ. എൻ്റെ കൈ കൊണ്ട് ശിവാനിയുടെ കഴുത്തിൽ വീഴേണ്ട താലിയായിരുന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. എന്തായാലും ഈ താലി ശിവാനിക്ക് തന്നെ ചെന്ന് ചേരൂല. ഭഗവാൻ എൻ്റെ താലിയിൽ ഇങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. തൃശൂർ കിട്ടിയ മോനെ? അതെ മാം, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കാം. അതിനി കിട്ടില്ല. എല്ലാവരും എന്നെ തന്നെ കുറ്റം പറയും. ശിവാനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരാൻ പോകുന്നില്ല. ഈ താലിയുടെ രൂപത്തിലെങ്കിലും എൻ്റെ പ്രണയം നിന്റെ കൂടെ ഉണ്ടാവണം. നീ സന്തോഷത്തോടെ ജീവിക്കണം. നിനക്ക് നല്ലത് നടക്കണം. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. താലി റെഡിയാണ്. നിനക്കും ഇഷ്ടമാണ്. ഇനി ബാക്കി നീ കല്യാണ സാരിയിൽ വന്ന് ഇത് നിന്റെ കഴുത്തിൽ അണിയിക്കണം. അമ്മേ, താലി കിട്ടി. കിട്ടിയ മോനെ? എവിടെയായിരുന്നു ഇത്? ഇത്ര നേരം കാണാതായപ്പോ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. തൃശൂൽ, നല്ലൊരു മകനായി നീ ഈ അമ്മയുടെ മാനം അമ്മ ചെല്ല്, ഞാൻ വന്നേക്കാം. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ത്രിവിക്രം ശിവാനിയെ താലി കെട്ടുമ്പോ അത് കാണാൻ നീ അവിടെ തന്നെ ഉണ്ടാവണം മോനെ. നിനക്കത് കാണുമ്പോ നല്ല സന്തോഷം ഉണ്ടാവില്ലേ? ശരിക്കും പറഞ്ഞ നീ കാരണമല്ലേ ഇപ്പൊ ഈ കല്യാണം നടക്കാൻ പോകുന്നത്. വാ മോനെ, പോകാം. വാടാ, നീ എന്തായാലും വന്നാ കല്യാണം കാണണം.
ത്രിവിക്രം കെട്ടുന്ന താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിന്റെ ആശീർവാദവും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. മുഹൂർത്ത സമയം കഴിയാറായി. താലി ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. ഇപ്പൊ തന്നെ കൊണ്ടുവരും തിരുമേനി. താലി ഇതുവരെ കൊണ്ടുവന്നില്ലെങ്കില് താലി വാങ്ങിയിട്ടില്ല എന്നർത്ഥം. ഇതെല്ലാം കാണുമ്പോ കല്യാണം നടക്കുമെന്ന സംശയം. നമുക്കിപ്പോ എന്താ, കല്യാണത്തിന് ക്ഷണിച്ചു, നമ്മള് വന്നു, ഫുഡ് കഴിക്കണം, തിരിച്ചു പോകണം. ഒന്ന് നിർത്തുവോ? താലി കൊണ്ടുവരികയും ചെയ്യും, കല്യാണം നടക്കുകയും ചെയ്യും. എന്തറിഞ്ഞിട്ടാ നിങ്ങൾക്ക് ഈ പറയുന്നത്? ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? കൊച്ചമ്മ താലിയുമായിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അപ്പോ താലിമാല ശരിക്കും കാണാതായോ? കളഞ്ഞു പോവാൻ വഴിയില്ലല്ലോ. ഇനി തൃശൂലെങ്ങാനും. അതെ, തൃശൂലിനെ കണ്ടിരുന്നോ? അവൻ എവിടെയുള്ളേ? താലി കാണാതെ ഇവിടെ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവനോടൊപ്പവനാ. ഇവിടെ ഇപ്പോൾ ഉള്ള എല്ലാവരും ടെൻഷനില്ല. ഇപ്പൊ എന്റെ കയ്യിലുള്ള താലി കാണിച്ച പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും. യെസ്. ഒരു വീട്ടിൽ ക്ഷണിച്ച കല്യാണത്തിന് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതാണോ നിങ്ങളുടെയൊക്കെ സംസ്കാരം? ദിഗ്വിജയ, ദേഷ്യപ്പെടാതെ മോനെ. ദമയന്തി ഇപ്പൊ കൊണ്ടുവരും, നീ സമാധാനപ്പെട്. ഈ ചേച്ചിയുടെ ഒരു കാര്യം ഒരു ഉത്തരവാദിത്വമില്ല. കല്യാണ തിരക്കിലും ആ താലി എവിടെ കൊണ്ട് വെച്ചോ എന്തോ. ത്രിവിക്രം, എന്താ ഇവിടെ നടക്കുന്നേ? എന്താന്ന് പറ. ശിവാനി, ഡോൺ വറി, എല്ലാം ശരിയാവും. നീ ടെൻഷൻ അടിക്കണ്ട മോളെ. കല്യാണ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊന്നോർത്ത് നീ സങ്കടപ്പെടണ്ട. ഇവിടെ എന്ത് നടക്കുമെന്നോർത്ത് ഞാൻ ആകെ പേടിച്ചിരിക്ക. പക്ഷെ ത്രിവിക്രമന് അങ്ങനെ ഒരു ടെൻഷനും കാണുന്നില്ലല്ലോ. അതെന്താ ത്രിവിക്രം? നിനക്കൊന്നും തന്നെ തോന്നുന്നില്ലേ? ടെൻഷൻ ആവുന്നില്ലേ? ശിവാനി, ടെൻഷൻ ആവുന്ന എന്തിനാ? മുഹൂർത്തം കഴിയാൻ പോവാണെന്നും തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? താലി ഇതുവരെ ആയിട്ടും കൊണ്ടുവന്നില്ലല്ലോ. അത് കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവന്നിരിക്കും. സാറേ, സമയം വൈകണു. മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ കല്യാണം നടത്താൻ പറ്റില്ല. തിരുമേനി, ഒരു 2 മിനിറ്റ്, ഇപ്പൊ കൊണ്ടുവരും. മഹാദേവ, എന്താ ഇതൊക്കെ? ഈ വിവാഹത്തിന് വിഘ്നം ഉണ്ടാവാൻ പോവാണോ? ദൈവം ഏതോ ഒരു തടസ്സം ഉണ്ടാകാതെ നീ കാത്തോളനെ. ഇത്രയും നേരം കൊണ്ടുവരാത്ത താലി പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നാണോ പറയണേ? എനിക്കെന്തോ ഈ മുഹൂർത്തം കഴിഞ്ഞു പോകുന്നാ തോന്നണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇപ്പൊ തന്നെ കൊണ്ടുവരും. ദൈവമേ, നിന്റെ പരീക്ഷണങ്ങളൊന്നും നിർത്തൂ. എന്തിനാ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നേ? 23 വർഷങ്ങളായിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ല ഞാൻ കാത്തിരുന്നത്. എന്റെ ആദിശേഷനുമായി ഒന്ന് ചേരാനുള്ള അനുവാദം നീ എനിക്ക് തരണം. ഡാഡി, നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. താലിമാലയൊന്നും കളഞ്ഞു പോയിട്ടില്ല. മാല ഇവിടെ ഉണ്ട്.
എന്താ ദമയന്തി, താലി എടുത്തോണ്ട് വരാൻ ഇത്രയും സമയോ? അത് പിന്നെ താലി എടുക്കാനായിട്ട് ഞാൻ അച്ഛാ, തെറ്റെന്റെ ഭാഗത്തച്ഛാ. ഞാൻ കാരണം കൊണ്ടാ അമ്മ ഇവിടേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയത്. ഡാ, മുഹൂർത്തത്തിന് സമയം തെറ്റുമെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ നിനക്ക്? ഈ സമയത്താ കുട്ടികളെ കളിക്കാ? തൃശൂൽ, ഇനിയെങ്കിലും നിനക്ക് കുറച്ച് ഉത്തരവാദിത്തം കാണിച്ചൂടെ? എല്ലാവരും എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയൂ. സോറി അച്ഛാ. കഴിഞ്ഞത് കഴിഞ്ഞു. ദമയന്തി, താലിമാല കൊടുക്ക്. മുഹൂർത്തം തെറ്റിപ്പോകാൻ പാടില്ല. മുഹൂർത്ത സമയത്ത് താലി കാണാതായപ്പോ നീ അതെടുത്തു മാറ്റിയെന്നാ വിചാരിച്ചത്. അവസാനം താലി കൊണ്ടു തന്ന് നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചു. എനിക്കത് മാത്രം മതി മോനെ. നിനക്ക് ശിവാനിയെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. പക്ഷെ ശിവാനിയെ കിട്ടത്തില്ലല്ലോ അമ്മേ. ദയവ് ഇത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കരഞ്ഞ് എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറില്ലേ തൃശൂർ. നീ ഇവിടെ ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കും. നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. അമ്മേ, എനിക്ക് നിന്നെ കാണുമ്പോ വല്ലാതെ സങ്കടമാവുന്നു മോനെ. ദയവ് ഇത് കരയില്ലേ നീ. ശരി അമ്മേ, ഞാൻ കരയുന്നില്ല. ഈ കല്യാണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കണം. മധു, നിനക്കെന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ലെന്നേ, മകന്റെ കല്യാണമല്ലേ, അതുകൊണ്ട് സന്തോഷം കൊണ്ട് വരുന്നതാ. മഹാദേവ, എല്ലാം ഞാൻ കരുതിയതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം മുടക്കാൻ തൃശ്ശൂർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പേടിച്ചുപോയി. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല. തൃശ്ശൂർ ഒന്നും തന്നെ ചെയ്തില്ല. ഇനി ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഭംഗിയായി തന്നെ നടക്കും. എനിക്കത് മാത്രം മതി. തൃശൂൽ, നീ എന്തൊക്കെ ചെയ്താലും അവസാനം തോൽവി സമ്മതിച്ചേ പറ്റൂ. ഇപ്പൊ നോക്ക്, നിന്റെ കൈകൊണ്ട് തന്നെ ആ താലി എനിക്ക് തരേണ്ട അവസ്ഥ വന്നില്ലടാ. തൃശൂർ, കരയാൻ പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനിങ്ങനെ കാണിക്കുന്നേ? മനസ്സിന് ശക്തി കൊടുക്ക് തൃശൂൽ. ഏയ് തൃശൂൽ, നീ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. അച്ഛാ, അത് സാരമില്ല. എന്റെ കാല് കുറച്ച് വേദന ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്നോളാം.
ത്രിവിക്രമന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു എന്ന് ആലോചിച്ച് സന്തോഷിച്ചിരിക്കല്ലേ? അതെ അതെ, എന്റെ ശിവനെ കല്യാണം നടക്കാൻ വേണ്ടി നേർച്ച വരെ നേർന്നതാ അവൻ. ഞാൻ ശിവാനിയെ താലി കെട്ടണം എന്നുള്ളത് അവന്റെ ആഗ്രഹം. ശരിയല്ലേ ബ്രോ? തൃശൂൽ, നീ ഇത്രയും ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടും ഞാൻ അല്പം പോലും നിന്നെ പ്രശംസിച്ചില്ല. അതെന്തുകൊണ്ടാണെന്നറിയൂ? അങ്ങനെ ചെയ്താ നീ നിന്റെ നില മറക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധം. നന്ദീശ, നീയും മധുമതിയും ചേർന്ന് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തല്ലടാ അവനെ വളർത്തിയത്. ഇതിനെല്ലാം ചേർത്ത് നന്ദി പറയേണ്ടത് നിങ്ങളോടാ. അല്ല മുതലാളി, കുഞ്ഞുനാള് മുതലേ അവൻ അവിടെയല്ലേ കളിച്ചു വളർന്നത്. അപ്പൊ പിന്നെ അവിടുത്തെ ഗുണഗണങ്ങളും കിട്ടാതിരിക്കും അവന്. തൃശൂൽ, ആരൊക്കെ നിന്നെ പുകഴ്ത്തി പറഞ്ഞാലും നിന്റെ മനസ്സിനകത്ത് വേദന മാത്രമാണെന്ന് എനിക്കറിയാം. നീ എന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടാകും തൃശൂൽ. പക്ഷെ എന്റെ പ്രണയം ഒന്നു ചേരേണ്ടത് എന്റെ ആദിശേഷനായ ത്രിവിക്രമനിലാണ്. ശിവാനി, നിനക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവും. ത്രിവിക്രമനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹവും ഉണ്ടാവും. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. പക്ഷേ എന്റെ പ്രണയം മരിക്കും. എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരേ ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ. അവസാന നിമിഷത്തിലും നീ നിന്റെ മനസ്സിന്റെ വാക്ക് കേട്ടില്ല. നിന്റെ ഹൃദയത്തിൽ എന്നോടുള്ള പ്രണയമുണ്ട്, പക്ഷേ നീ അത് മനസ്സിലാക്കുന്നതേ ഇല്ല. എന്റെ പ്രണയം ആരോടാണെന്ന് മനസ്സിലാക്കാതെ പോയത് നീയാണ് തൃശൂൽ. എനിക്ക് നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാവില്ല. എന്റേതും ആദിശേഷന്റേതും ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധമാണ്. അവനെ തേടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിക്കാൻ പോവുകയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം തുറന്നു പറയാൻ സാധിച്ചില്ല. നമ്മളെ രണ്ടുപേരുടെയും ഇപ്പോഴുള്ള പ്രണയമല്ല ശിവാനി, ജന്മജന്മാന്തരമായിട്ടുള്ളതാണ്. ഇതെന്നോട് പറഞ്ഞ അമൃത തന്നെ നിന്നോടത് ഒരിക്കലും പറയാൻ പാടില്ലെന്ന സത്യവും വാങ്ങി എന്റെ വായടപ്പിച്ചു. എന്റെ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നിയേക്കാം. എന്നാൽ നാഗലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എന്റെ ഈ തീരുമാനം മാത്രമാണ് ശരി. ശിവാനി, നിന്നെ എപ്പോഴും സന്തോഷത്തോടെ കൊണ്ടു നടക്കണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. ത്രിവിക്രമനെ കല്യാണം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ സന്തോഷത്തിൽ നിനക്ക് വേദന മാത്രമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ എനിക്ക് എന്റെ പ്രണയമാണ് മുഖ്യം. എന്റെ ആദിശേഷനാണ് എനിക്ക് പ്രധാനം. എന്നോട് നീ ക്ഷമിക്കണം തൃശൂൽ. ത്രിവിക്രമനെ കല്യാണം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ സന്തോഷത്തിൽ നിനക്ക് വേദന മാത്രമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ എനിക്ക് എന്റെ പ്രണയമാണ് മുഖ്യം. എന്റെ ആദിശേഷനാണ് എനിക്ക് പ്രധാനം. താഴെ വീണുപോയോ? അതിന് പോട്ടെ, നീ ഇവിടെ വന്നെടുത്തു.
തൃശൂൽ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ കരയാണോ? കൊച്ചമ്മേ, അവനെന്തിനാ കരയുന്നേ? അവന് സന്തോഷമല്ലേ ഉള്ളൂ, അല്ലേ മോനെ തൃശൂൽ?